ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. ഉറ്റ സുഹൃത്തുക്കൾ വേറെ പിരിയുന്നു എന്നാണ് ആ പ്രൊമോയിലെ ക്യാപ്ഷൻ തന്നെ. അപ്പം ഉറ്റ സുഹൃത്തുക്കളാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു സുഹൃത്തുക്കളുമില്ല. ഫേക്ക് റിലേഷൻഷിപ്പ്, ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അതിൽ നൂറ ഇവർ തമ്മിൽ അപ്പോൾ അവർ കുറേ ചോദ്യങ്ങൾ അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നല്ലോ. സത്യം പറഞ്ഞാൽ ആ ചോദ്യങ്ങൾ അങ്ങോട്ട് തിരിച്ചാണ് ചോദിക്കേണ്ടത് ഈ രണ്ട് വ്യക്തികളുടെ അടുത്ത്. കാരണം ഞാൻ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഇനി അവർക്ക് അനുവിൻ്റെ ആവശ്യമില്ല, അനുവിനെ മൂട് താങ്ങി നടക്കേണ്ട ആവശ്യമില്ല. അവർ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. കാരണം അത്രയും ദിവസം അനുവിനെ താങ്ങി അവിടെ ഒരു ഈ പറഞ്ഞിട്ടുള്ളൊരു ഫൈനൽ വീക്ക് വരെ നിൽക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അത് നടന്നു കഴിഞ്ഞു. അപ്പോൾ അനു പറയുന്ന കറക്റ്റ് കാര്യമാണ്. കാരണം ഇത്രയും ദിവസങ്ങളിൽ ഇല്ലാത്ത ഒരു പൊട്ടിത്തെറിയൊക്കെയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ഇവരെന്താണ് ചെയ്യുന്നത്, മാറിപ്പോയിരുന്നിട്ട് അനുവിൻ്റെ കുറ്റം പറയുവാണ്. ഇപ്പം ഫേസ് ടു ഫേസ് അനുവായിട്ട് വഴക്ക് കൂടുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ കാരണം ഇത്രയും ഇങ്ങനെ ആണല്ലോ, സപ്പോർട്ട് വേണമെങ്കിൽ നിൽക്കണമല്ലോ. ഒട്ടി ഒട്ടി നിന്നാലല്ലേ സപ്പോർട്ട് കിട്ടൂ. ഇപ്പം അനുവിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, പി ആറിൻ്റെ ബലത്തിലാണോ നീ ഇവിടെ നിൽക്കുന്നത്, പി ആറിൻ്റെ ബലത്തിലാണോ നീ ഇവിടെ നിൻ്റെ ഈ നിൽക്കുന്നതിൻ്റെ ധൈര്യം എന്നൊക്കെയാണ് നൂറ ചോദിക്കുന്നത്. എനിക്ക് ചിരിയാണ് വന്നത് കേട്ടപ്പോഴത്തേക്ക്. അയ്യോ, ഇതിനൊക്കെ എന്താണ് മറുപടി പറയേണ്ടത്? അതുപോലെ ആദില പറയുന്നുണ്ട്, കറുത്ത മനസ്സുള്ള ഇതുപോലെ ജെന്യൂനായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്നൊക്കെയാണ് ആദില പറയുന്നത്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ലൈവിനകത്ത്. ജെന്യൂനായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ഈ കടന്ന് വായ്ത്താളം അടിക്കുന്നല്ലോ. നിങ്ങൾ ജെന്യൂനായിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ അനുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകുറ്റങ്ങൾ, മിസ്റ്റേക്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അനുവിൻ്റെ മുഖത്ത് നോക്കി പറയണമായിരുന്നു. അതാണ് വേണ്ടത്. അതാണ് ഒരു ഫ്രണ്ടിൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ളൊരു സ്നേഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ. നമുക്കുണ്ടാവുന്ന എന്തെങ്കിലും നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവുന്ന മിസ്റ്റേക്സുകൾ, നമ്മളെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ അത് മുഖത്ത് നോക്കി അത് തെറ്റാണ് എന്ന് പറഞ്ഞു തരുന്നതാണ് യഥാർത്ഥ ചങ്കുകൾ അല്ലേ. ഇവിടെ ഇവരെന്താണ് ചെയ്തത്? ഒരു തെറ്റ് പോലും അനുവിൻ്റെ അടുത്ത് വന്നിരുന്ന് ചൂണ്ടിക്കാണിച്ച് അത് തെറ്റാണ്, അത് ചെയ്യരുത് എന്ന് പറയാതെ ഇവർ മാറിപ്പോയിരുന്ന് കുറ്റം പറയുന്ന രണ്ട് വ്യക്തികളെയാണ് നമ്മൾ കണ്ടത്, ആദില, നൂറ അല്ലേ. ഇനി ഇവർക്ക് അനുവിൻ്റെ ആവശ്യമില്ല. കാരണം ഒരാൾ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പ് 5-ലെത്തി, അടുത്ത ആൾ പണപ്പെട്ടി കിട്ടാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും അനുവിനെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ അടിച്ചിട്ട് പുറത്തു പോകാനുള്ളൊരു പ്ലാനിങ് ഒക്കെയാണ് നടത്തുന്നത്. അതുമാത്രമല്ല പുറത്തു പോയിട്ട് ഇപ്പോൾ ആദിലെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ഒരു വീക്ക് തൊട്ട് ആദിലയുടെ ക്യാരക്ടറൊക്കെ അങ്ങോട്ട് മാറി പുതിയ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പം ആദില പുറത്തു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നൂറയ്ക്കും ആദിലയുടെ വോട്ട് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് പ്ലാനിങ്. കാരണം ഇവിടെ എല്ലാവരും ഇൻഡിവിജ്വലായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഒരു കപ്പേ ഉള്ളൂ, എല്ലാവരും കപ്പടിക്കാനാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഉദ്ദേശവും അത് തന്നെ. അല്ലാതെ ഇവിടെ ഫ്രണ്ട്ഷിപ്പും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. വെളിയിലിരുന്നിട്ട് അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്, അവർ ഭയങ്കര റിലേഷനാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് വിഡ്ഢികൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരാണോ ആ വ്യക്തികൾക്ക് വോട്ട് കൊടുത്താൽ മാത്രമേ ഇനി നിലനിൽക്കത്തുള്ളൂ. കാരണം ഇനിയുള്ള ഓരോ വോട്ടും അവിടെ കണക്ക് ഉള്ളതാണ്, മനസ്സിലായോ? ആ ഓരോ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൈനലി ടോപ്പിലെത്തുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാതെ അവരവർക്ക് തന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് തന്നെ വോട്ട് കൊടുക്കുക. ഈ ഒരു വഴക്കൊക്കെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് അതിലെ ഒരു കാർഡൊക്കെ ഇറക്കുന്നുണ്ട്, സെൻറ്റിമെൻ്റൽ കാർഡൊക്കെ ഇറക്കുന്നുണ്ട്. എന്തോ അറിയാം, ഇതൊക്കെ സത്യം പറഞ്ഞ വൻ പരാജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും ഇനി ഓടത്തില്ല. ഇതൊക്കെ ജനങ്ങൾ ഓൾറെഡി കണ്ടതാണ്. നിങ്ങൾ നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ അനുവായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനു തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനുവിൻ്റെ നേരെ നിന്ന് സംസാരിച്ചത് ക്ലിയർ ചെയ്യുന്നതിന്. അല്ലാതെ അവിടെ ഇവിടെയും പോയി മാറിയിരുന്നിട്ട് ഈ അനുവിനെ എന്തൊക്കെയാണ് നിങ്ങൾ വിളിച്ചിട്ടുള്ളത് അതെല്ലാം ലൈവിനകത്ത് ആൾക്കാർ കണ്ടിട്ടുള്ളതാണ്. കുലസ്ത്രീ, ആർട്ടിഫിഷ്യൽ സ്ത്രീ, അമ്മച്ചി, തള്ളച്ചി എന്നെല്ലാം നിങ്ങൾ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലൈവിനകത്ത് മാറിയിരുന്ന് കുറ്റം പറയുന്ന എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ യഥാർത്ഥ ഒരു അനുവായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ബിൽഡ് ചെയ്തിട്ടില്ല. വെറും വോട്ടിന് വേണ്ടിയിട്ട് മാത്രം അനുവിൻ്റെ ഫോളോവേഴ്സിനെ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ രണ്ട് വ്യക്തികൾ ആദില, നൂറ എക്സ്പോസ് ആയി കഴിഞ്ഞു. ഇനി എന്തോ എക്സ്പോസ് ആവാനാണ്. നൂറ എക്സ്പോസ് ആയി പറയുന്നുണ്ടല്ലേ. നൂറയൊക്കെ പറയുന്നുണ്ടല്ലേ, പി ആറിൻ്റെ ബലത്തിലാണോ നീ ഇവിടെ നിനക്കൊരു ധൈര്യം ഉണ്ടെന്ന്. എന്ത് പി ആർ മണ്ണാൻ കട്ടഞ്ഞ് പി ആർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അനുവിന് ഉള്ളൊരു ഫോളോവേഴ്സിൻ്റെ ഒരു ശതമാനം പോലും ഫോളോവേഴ്സ് ഈ പറയുന്ന രണ്ട് വ്യക്തികൾക്കും ഇല്ല. മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള ആളാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലൊക്കെ. അതും
ഒരു 10 വർഷം, ഏകദേശം ഒരു 10 വർഷം കൊണ്ട് അനുവിൻ്റെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ജനങ്ങൾ അനുവിൻ്റെ കൂടെയുണ്ട്. അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഇവർ അനുവിനെ ഒട്ടിപ്പിടിച്ച് നിന്നേന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇനി തുറന്ന് പറയുന്നതിൽ ഒരു കാര്യം, ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ ഉള്ളൂ അല്ലേ, അത് ഞാൻ ഓപ്പണായിട്ട് തന്നെ സംസാരിക്കുവാണ്. കാരണം ഇത്രയും ദിവസം ഇവർ അനുവിൻ്റെ കൂടെ നിന്ന് അനുവിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള എവിക്റ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അനുവിൻ്റെ അനുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വോട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു നാടകം കളിച്ചതെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ ഇവർ പറഞ്ഞതെല്ലാം തിരിച്ചാണ് നേരെ പറയേണ്ടത്. ഇനി അനുവിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ഒരു മനുഷ്യരെയും, അതിലെ ആയിക്കോട്ടെ നൂറെ ആയിക്കോട്ടെ, ആ വീട്ടിലുള്ള ഒരാൾക്കാർ ഇതുവരെ എവിക്റ്റായി പോയിട്ടുള്ള ആൾക്കാരെ പോലും ഒരു കുറ്റം പോലും ഈ അനു ഒരിടത്തും പോയിരുന്നു പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. ഒരു കുറ്റവും ഒരു വ്യക്തിയെടുത്ത് പോലും ഷെയർ ചെയ്യുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവരങ്ങനെയാണോ? ഇവർ എല്ലാ ആൾക്കാരടുത്തും പോയിരുന്നു ഷെയർ ചെയ്ത് അനുവിനെ പറ്റിയിട്ട് കുറ്റം പറയുന്നുണ്ടായിരുന്നു. പരസ്പരം ഒരുമിച്ചിരുന്ന് വരെ അനുവിനെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ് അല്ലേ. അതാണ് അനുവിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് യഥാർത്ഥ ഒരു ഫ്രണ്ടിൻ്റെ ക്വാളിറ്റിയാണ് അവിടെ അനുവിൽ കണ്ടത്. ഒരു മനുഷ്യൻ്റെ കുറ്റം പോലും ഈ അനു മാറിയിരുന്ന് കുറ്റപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തിനു പറയാൻ, ഈ ഷാനവാസ് പോലും അനുവിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഈ ആദിലയെ പറ്റിയിട്ടും നൂറെ പറ്റിയിട്ടും കുറ്റങ്ങൾ പറഞ്ഞു തുടങ്ങിയ സമയത്ത് ഈ അനു എന്താണ് ചെയ്തത്? അവിടെ ഷാനവാസിനെ തിരുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അവരെ പറ്റിയിട്ട് കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതാണ് അനുവിൻ്റെ ക്വാളിറ്റി. അപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും കപ്പിന് വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നതാണ് ശരി തന്നെ. പക്ഷെ കപ്പ് വേറൊരു പാർട്ട്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് ഇവരവിടെ കാണിച്ചു കൂട്ടുന്ന ഈ പറഞ്ഞിട്ടുള്ള ഒരു ഫേക്ക് ഫേസ് ഉണ്ടല്ലോ, അത് വേറൊരു പാർട്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സംസാരിച്ചത്. എല്ലാ ആൾക്കാരും ഒരു കപ്പിന് വേണ്ടിയിട്ട്, ഒരു കപ്പേ ഉള്ളൂ, ആ കപ്പിന് വേണ്ടിയിട്ട് ആ ടൈറ്റിൽ വിന്നർ ആവാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. അത് ശരി തന്നെ. ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പാർട്ടാണ്, അല്ലാതെ കപ്പിലേക്കുള്ളൊരു പാർട്ടല്ല. കപ്പിലേക്ക് വേണ്ടിയിട്ട് അവരെ ഗെയിം കളിക്കുക. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് സാധനം അവിടെ ബിൽഡ് ചെയ്ത് വെച്ച് 100 ദിവസം ഒരു കഴിവുമില്ലാതെ മറ്റൊരാളെ സപ്പോർട്ടിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അതാണ് ആ രണ്ട് വ്യക്തികളാണ് ഈ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ. ഇപ്പോൾ അവരെ ഫേസൊക്കെ ഇനിയിപ്പോൾ അവർക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം ഇനിയിപ്പോൾ നോമിനേഷൻ ഇല്ല, ഒന്നുമില്ല. അവർ വിചാരിച്ചതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ഫൈനൽ വീക്ക് വരെ എത്തിപ്പെട്ടു. ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പം അവളെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളിനെ എതിരെ ഗെയിം കളിച്ചാൽ എന്താ, അവരോട് ഈ പറഞ്ഞിട്ടുള്ള വഴക്കുണ്ടാക്കിയാൽ എന്താ, ഒരു പുല്ലുമില്ല. അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ അവർ നേടിക്കഴിഞ്ഞു. പിന്നെ കപ്പ് കിട്ടുമോ കിട്ടാതിരിക്കുമോ അതൊക്കെ വേറൊരു ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ 100 ദിവസം നിൽക്കുക, അത് ആ 100 ദിവസം കൊണ്ട് കുറേ പൈസകൾ ഉണ്ടാക്കുക. ഓരോ വീക്കും പൈസ കൊടുക്കുന്നുണ്ടല്ലോ ബിഗ് ബോസ്. അപ്പം അത്രയും ദിവസം നിന്ന് അത്രയും പൈസ ഉണ്ടാക്കണമെങ്കിൽ ഒരു പ്രേക്ഷക സപ്പോർട്ടുള്ള ഒരാളെ കൂട്ടുപിടിച്ചിട്ട് ഫ്രണ്ട്ഷിപ്പാണ്, മണ്ണാങ്കട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞിട്ടുള്ളൊരു ഫേക്ക് സാധനം കൊണ്ടുപോയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ആദില നൂറ. ഈ പ്രൊമോയിലൂടെ അത് നല്ല രീതിയിൽ വ്യക്തമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.